പണ്ടത്രയും സംഭവിക്കാറുണ്ട്. നിഖിലേക്ക് ഇവിടെ ഒരു പുതിയ വീട് വെക്കണ്ടേ എറണാകുളത്ത്? വേണ്ട. ഞാൻ എന്താ വീട്ടില് നിങ്ങൾക്ക് ഹോം ടൂർ ചെയ്യാനല്ലേ? അല്ല, മൈൽ സ്റ്റോണിൽ അവൻ ഇന്റർവ്യൂ എടുക്കായിരുന്നു, ഇവള് വേറെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കായിരുന്നു. അപ്പൊ ജസ്റ്റ് കണ്ടു. ഞാൻ എന്തോ ഒരു ഫോട്ടോ ചോദിച്ചാണ് ഫസ്റ്റ് ഞങ്ങൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആരുടെ ഫോട്ടോ ചോദിച്ചു? അല്ല, എന്റെ തന്നെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തായിരുന്നു. അപ്പൊ അത് ചോദിച്ചാണ്. എവ്രിവേർ ഉണ്ട്. ഞങ്ങൾ ഒരു ആൾ പെർമിറ്റ് ഇന്ത്യയിൽ അറിയാം. எவ்ரிவேர் நாங்க அங்கனே போயிட்டே இருக்கோம். எங்கனே ஆ தக்லை எனக்கு தமிழ் நல்லா தெரியும். நீங்க சொல்ற மலையாளம் எனக்கு புரியல. ഓക്കെ, നിങ്ങൾ ടാസ്ക് എടുത്തിട്ടുണ്ട്. എ ഡേ ഇൻ മൈ ലൈഫ് പറയണം. രാവിലെ എഴുതേക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും കിടക്കും, എഴുതേക്കും വല്ലതും കഴിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും കിടക്കും, വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും കിടക്കും, കുറച്ച് സമയം യൂട്യൂബിൽ സമയം ചെലവഴിക്കാറുണ്ട്, രാത്രി ആകുമ്പോൾ ഉറങ്ങും. പറഞ്ഞാണല്ലോ, സീരിയസ് ആയിട്ട് പറയാറില്ല. ഞാൻ ആ കുറ്റം ഏറ്റെടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തനമാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ ഏറ്റെടുക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിച്ചൊരു ഞങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ പുറം ലോകം അറിയുന്നില്ല, അത് മാധ്യമ സ്ഥാപനമായുണ്ട്, അവിടെ തന്നെ തീരുന്നു, അതിന്റെ ഉള്ളിൽ തീരുന്നു. എത്രയോ പ്രശ്നങ്ങൾ മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകുന്നു. നിങ്ങൾ തന്നെ പ്രശ്നം വെച്ചൊരു ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് എന്റെ ഫാമിലി റിയലൈസ് ചെയ്ത ദിവസം. അവരിപ്പോഴും റിയലൈസ് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല. ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച. മറ്റേതെന്താ പറയുന്നത്? കമ്മി, അതും കൂടെ സംഖ്യ കമ്മി എന്നുള്ള മുദ്ര കുത്തുന്നുണ്ട്. അത് പല ഇതിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കുത്തിയിരിക്കുന്ന നമ്മുടെ ജാനു നികേഷ് സാറും ഒക്കെ ഇരിക്കുന്ന ഒരു മീഡിയ ഇപ്പോഴും അത് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളൊന്നും അങ്ങനെയല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നതെന്നാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. അല്ല, എന്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്, ആരും അറിഞ്ഞില്ല. സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് അമ്മയിൽ സ്ത്രീ പ്രാതിനിധ്യം വേണ്ട സ്ഥലങ്ങളിലൊക്കെ നിഖിലെ പോലെയുള്ള ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, എന്താ പറയാ, കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന ഒരാൾ വന്നിരുന്നെങ്കിൽ നല്ലതാണ് എന്നുള്ളൊരു ഒരു ജന സംസാരമുണ്ട്. സോ നിഖില എങ്ങനെയാണ് അങ്ങനെ ഒരു ഓഫറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വന്നാൽ അത് സ്വീകരിക്കും? കാരണം ഇതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നി കഥ ഇന്ന് വരെ. ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നു ഈ പേര് കേട്ടപ്പോ? ഞങ്ങൾ അത്ര ചിന്തിക്കാറില്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പേര് അജീഷ് എന്താണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പഴല്ലേ ആലോചിച്ചത്. അതാ ഞാൻ ക്യാമ്പസ് ജീവിതമൊക്കെ ഉണ്ടല്ലോ. ഇല്ല, എന്റെ ക്യാമ്പസ് ജീവിതമൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാ ഈ കുറച്ച് ദിവസം കോളേജിൽ പോവാ, കുറെ ദിവസം സിനിമയിൽ അഭിനയിക്കുക, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് സമയമില്ല, സൗകര്യം. പ്രണയം എല്ലാത്തിനും ഒരു പരിഹാരമാണ്. മരുന്നാണ് എല്ലാത്തിനും. അല്ല, എങ്കിലും നമ്മൾ ഒരു ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലും രീതിയിൽ ഒന്ന് സിനിമയിൽ പ്രയോഗിക്കേണ്ട. ഡാൻസ് കളിക്കാനല്ലോ. അല്ലെങ്കിലും സ്റ്റേജ് പ്രോഗ്രാം അല്ല ബുക്ക് ചെയ്തത്. നിഖിലൊക്കെ ഏത് സിനിമയ്ക്ക് പ്രൊമോഷൻ അതൊരു ആരും ആകേണ്ടതാണ്. അങ്ങനെ മാറി നിൽക്കുന്ന ആളുകളുമുണ്ട്. നിഖിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. നിഖിലയുടെ സിനിമയിലാണ് ശ്രദ്ധിച്ചിട്ടില്ല. നിഖില എന്താ സാധാരണ ശ്രദ്ധിക്കണം? നിങ്ങളല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കുള്ളൂ. നിങ്ങൾ ഇന്റർവ്യൂവിന് ആരും വരുന്നില്ല, വേറെ ഏത് സിനിമയ്ക്ക് ആരും വരുന്നില്ല. അതായത് 10 മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തില്ല. അതായത് എനിക്ക് പറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക് ആണ്. 10 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നപ്പോ നിനക്ക് പ്രിപ്പയർ ചെയ്യായിരുന്നില്ലേ? അപ്പൊ എന്ത് ചെയ്യും? 10 മണിക്കൂർ ഞാൻ 10 മിനിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തേ. എന്നാ പോക്കോ, കഴിഞ്ഞു. 11 നിമിഷം ഞാൻ വെൽക്കം ചെയ്തില്ല. കൊന്നിച്ചിവാ. നീ ഏതാ പറ. അത് ജാപ്പനീസ് ആണ്. നിഖില്
ജാപ്പനീസ് അധികം കൊനിച്ചിറ കഴിഞ്ഞ വശമില്ല. ബാക്കി എന്തെങ്കിലും നിനക്കറിയോ? അറിയാം. ഒഹായോ ഗൊസൈമാസ്. പോവാനിരിക്കും. രാവിലെ തൊട്ട് പിന്നെ നുണക്കുഴി റിലീസിനുണ്ട്, ജാതിജാതകം റിലീസിനുണ്ട്. ഉണ്ട് കുറച്ച്. വിട്ടിട്ടില്ല, ഇല്ല വിടാൻ ഉദ്ദേശിക്കുന്നു. എന്തിനാ വിടണേ? ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ നിങ്ങളിപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണ്ടന്റ് എടുക്കും, തിയേറ്ററിൽ പോയി തിയേറ്ററിന്റെ കണ്ടന്റ് എടുക്കും. റിലീസ് ആകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കാഷ്യൂനറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടമല്ലേ? എന്താ എല്ലാവർക്കും അത് എനിക്കിഷ്ടമല്ലേ? അതിപ്പോൾ പ്രൊമോഷൻ ആയാലും എവിടെ പോലും നമുക്ക് അത് കാണാൻ പറ്റും. കാരണം ഇതുവരെ കാണാത്ത നമുക്ക് രാജുവേട്ടൻ നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും. പലപ്പോഴും ഞാൻ എടുക്കാം എന്ന് പറഞ്ഞത് എടുക്കും. അടുത്ത പ്ലാൻ എന്താണ് നിഖിലയുടെ? സിനിമയിൽ അഭിനയിക്കാൻ വേറെ പരിപാടിയൊന്നുമില്ല. നിങ്ങളിത് കൂട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോകുന്നത് തന്നെയാണ് പണി. എന്താണ് പരിപാടി? അതിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ സിറ്റുവേഷൻസ് അങ്ങനെയാണ്. നമ്മള് അങ്ങനെ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയല്ല. ഐ മീൻ സിറ്റുവേഷൻസ് ഓഡിയൻസിന് കാണുമ്പോൾ ചിലപ്പോ ആൾക്കാർ അത് ഇന്റർവ്യൂ നന്നായിരുന്നു, ആ പറഞ്ഞത് നന്നായിരുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നന്നായില്ല എന്ന് പറഞ്ഞതല്ലാതെ എനിക്ക് എന്റെ പേരിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, സോഷ്യൽ മീഡിയയിൽ അതിനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്കെതിരെ അറ്റാക്ക് ഉണ്ട്. നിങ്ങളാണ് പറഞ്ഞത് എനിക്കെതിരെ അറ്റാക്ക് ഉണ്ട്. റെഡി ടു മിങ്കിൾ ഒട്ടുമല്ല. അതിനെ കുറിച്ചൊന്നും വിട്ടുവിട്ട് പറയുന്നില്ലല്ലോ. അത് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണം? അത് പറഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണം? ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു രസമല്ലേ. ആ രസപ്പ് എനിക്ക് നിങ്ങളെ ആരും രസിപ്പിക്കാൻ തോന്നില്ല അത് വെച്ചിട്ട്. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും തഗ്. ചില ആൾക്കാർ പറയുമല്ലോ, അതായത് ഇന്ന സാധനങ്ങൾ പറ്റില്ല, ഇന്ന സാധനങ്ങൾ പറ്റും, അല്ലെങ്കിൽ ചിക്കൻ കഴിക്കും, മറ്റേ ബീഫ് കഴിക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മീറ്റ് കഴിക്കില്ല എന്ന് പറയാം. അപ്പൊ എനിക്കറിയില്ല, അത് അവരുടെ ചോയ്സ് ആണ്. പക്ഷെ കൊല്ലുന്നതിനെ പറ്റിയിട്ട് അങ്ങനെ പറയുമ്പോൾ എനിക്കറിയില്ല. ബീഫ് കഴിക്കും, പണ്ടേ കഴിക്കുമായിരുന്നു അല്ലേ? ബീഫിന്റെ കഥ പറഞ്ഞപ്പോ ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് ആൾക്കാർക്ക് പോർക്ക് കഴിക്കുമോ എന്നുള്ളതായിരുന്നു. ഞാൻ അതും കഴിക്കും. ഒരു 10 questions ഉള്ള റാപ്പിഡ് ഫയർ. ബെസ്റ്റ് തിങ് ഹാപ്പനിങ് ദിസ് മന്ത് അതർ ദാൻ പ്രീസ്റ്റ്? വേറെ ഒന്നും നടന്നിട്ടില്ല. 10 ദിവസമല്ലേ ആയുള്ളൂ. ഇനി ഉണ്ടല്ലോ. ഇങ്ങനെ നടക്കാൻ പോണെന്ന് ഞാൻ എങ്ങനെ പറയും? ഇടയ്ക്ക് എന്തായാലും ഒരു ഫോർകാസ്റ്റിംഗ് ഉണ്ടാവില്ല ഇന്ന സാധനത്തിനെ കുറിച്ചിട്ടൊരു ചിലപ്പോ നല്ലതായിരിക്കും. ബെസ്റ്റ് തിങ് ഹാപ്പൻഡ് എന്നല്ലേ ചോദിച്ചത്? ശരി, ക്വസ്റ്റ്യൻ തെറ്റാ. അതേ പറഞ്ഞ പ്രസ്താവനയാണെന്ന് പറഞ്ഞതും നിങ്ങളാണ്. അതിന്റെ പേരിൽ ചർച്ചകൾ നടത്തിയതും അതിന്റെ പേരിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു വെറുതെ ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാക്കി കൊടുത്തതും നിങ്ങളാണ്. അത് ഞാനല്ല. ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും അതിനുശേഷം ഞാൻ റിയാക്ട് ചെയ്യാറില്ല. അപ്പൊ ആ ഒരു സ്പേസിൽ അത് നിങ്ങളുടെ സാധനമാണ്. അപ്പൊ നിങ്ങളാണ് അത് ശരിയാണോ തെറ്റാണോ? നിങ്ങളെല്ലാം എനിക്കൊന്നും ഒരുവിധം എല്ലാ ചാനലുകാരും ഒരുവിധം എല്ലാ പത്രക്കാരും ഒക്കെ ഇരുന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പൊ ചർച്ചയുടെ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് വെച്ച് നിങ്ങൾ